നമ്മളിന്ന് ചെയ്യാൻ പോണത് തിരിയാനാണ്. തിരിയാൻ അച്ചാറിടാൻ പോവുകയാണ്, മീൻ അച്ചാർ. അത് തിരിയാനെന്ന് പറയുന്ന മീൻ മനസ്സിലാവുമായിരിക്കും. കണ്ണിയില പോലെ തന്നെയുള്ള ചെറിയ ടൈപ്പ് മീനാണ്. ആലപ്പുഴയിലൊക്കെ തിരിയാനെന്നാണ് പറയണത്. തൃശ്ശൂർ ഇതിന് ചൂരക്കണ്ണി എന്നൊക്കെ പറയണേക്കാം. അങ്ങനെയൊക്കെ പറയണേക്കാം, പല പേരിൽ അറിയപ്പെടുന്നു. അതിനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞളും പുരട്ടി ഒത്തിരി മൂപ്പിക്കാതെ വറുത്ത് കോരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ പറയാം. വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക് ഓപ്ഷനിലാണ്, പിന്നെ വേപ്പില, പച്ചമുളക്. ഇത് ഭയങ്കര എരിവുള്ളതുകൊണ്ട് ഞാൻ പൊട്ടിക്കുന്നൊന്നുമില്ല. ഇവിടെ ഉണ്ടായ മുളകാണ്, അത് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ 2 ഇടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ മുളക് പൊടി, കുരുമുളക്. ഞാൻ മീനച്ചാറിന് കുരുമുളക് പൊടി ചേർക്കും, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവയാണ്. അപ്പോൾ ഞാനിന്ന് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മീൻ വറുത്ത എണ്ണ തന്നെ തെളിവ് ഒഴിക്കണം, അല്ലെങ്കിൽ ആ എണ്ണ വെറുതെ കളയണ്ടേ. അപ്പോൾ അതിൽ തന്നെ അച്ചാറിടാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആ എണ്ണ ഒഴിച്ചു അതിലേക്ക് നമുക്ക് ഉലുവ ഇടണം. ഇനിയിപ്പം ആദ്യം ഇടേണ്ടത് ഉലുവയാണ് ആദ്യം ഇട്ട് പൊട്ടിക്കേണ്ടത്. കടുക് ഞാൻ ഇടുന്നില്ല. ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല. ഇപ്പം ഇടുന്നതിന് കുഴപ്പമില്ല, ഇട്ടില്ലാലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മുടെ നമുക്കതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ അങ്ങ് ഇടാൻ വേണ്ടി ഈ മുളക് പൊട്ടിത്തെറിച്ച് മാറിയില്ലാണ്, മുറിക്കാത്ത മുളകാണ്, അതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതെന്താണെന്നറിയാമോ, കുറച്ച് നല്ലെണ്ണ ഉണ്ടായിരുന്നു, ബാക്കി വെളിച്ചെണ്ണയാണ്. അതുകൊണ്ടാണ് ഈ 2 എണ്ണ ചെയ്യുമ്പോഴാണ് പതഞ്ഞ് വരുന്നത്, അല്ലെങ്കിൽ അത് പതയത്തില്ല എണ്ണ. അപ്പോൾ 2 എണ്ണയും കൂടെ മിക്സഡാണ്. ഇതിനകത്ത് വെളിച്ചെണ്ണയുണ്ട്, കുറച്ച് നല്ലെണ്ണയുണ്ട്. അത് കുറച്ച് നല്ലെണ്ണ ഉണ്ടായിരുന്നു, അത് ബാക്കി ഇരുന്നതാണ്, അത് ഞാൻ എടുത്തേച്ചതാണ്. അതുകൊണ്ടാണത് പതഞ്ഞ് വരുന്നത്. മൂത്ത് വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് പൊടികളിടാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടികളെല്ലാം ഇടാം. ഇനിയിപ്പോൾ ഇത് മൂത്തിലുണ്ട്. കായ ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ, അപ്പോൾ അതിൻ്റെ മണമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പോൾ ഇടുന്നില്ല. ബാക്കിപ്പൊടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും അങ്ങോട്ട് ഇടാം. ഇതിപ്പോൾ എൻ്റെ അച്ചാർ ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത് കേട്ടോ. ഇത് എന്നോട് ഒരു കൂട്ടർ ആവശ്യപ്പെട്ട് എൻ്റെ അച്ചാർ അത് ഇതിനകത്ത് കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ചൂര അച്ചാറിടാനാണ് പറഞ്ഞത്. ചൂരയുടെ അതേ മെത്തേഡാണ് ഇതിൻ്റെ മാംസവും. അതുകൊണ്ട് ചൂര കിട്ടിയില്ല. ഇവിടെയൊക്കെ ഇച്ചിരി മീൻ കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ ഇത് മുളക് പൊടി മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വേഗം വിനാഗിരി ഒഴിക്കാം. നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച്, കുറച്ച് മീനേ ഉള്ളൂ, കരയ്ക്ക് കിട്ടിയ മീനാണ്. ഞാനതിനെ കുറച്ചെടുത്തതാണ്, 100 രൂപ വേണ്ടിയിട്ട് കുറയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനത് കളയണ്ട, നമുക്കത് അങ്ങോട്ട് അച്ചാറിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യൂട്യൂബിൽ ഇടുകയും ചെയ്യാം. അപ്പോൾ അതേ ഉപ്പിട്ടിട്ട് ഇപ്പോൾ ഈ വിനാഗിരിയുടെ അകത്താണ് ഈ കിടക്കുന്നത് ഇതെല്ലാം കൂടെ. അപ്പോൾ ഈ മീൻ വറുത്തതായതുകൊണ്ട് നല്ലപോലെ വിനാഗിരി വേണം, ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഡ്രൈ ആയിട്ടിരിക്കും, വറുത്ത് കോരിയ പോലെ മാത്രമേ ഇരിക്കും. ഇപ്പോൾ ഞാൻ മീനിട്ടു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണേ, കാരണം വറുത്ത മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വേകാനൊന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ മീനുണ്ടല്ലോ, ഇതെല്ലാം കൂടെ അങ്ങോട്ട് വിനാഗിരി എല്ലാം കുടിക്കും. ഒത്തിരി മൂത്ത് പോകരുത് മീനച്ചാറിടുമ്പോൾ, കാരണം ഒത്തിരി മൂത്ത് പോയാൽ വിനാഗിരി എല്ലാം കുടിച്ച് എപ്പോഴും ഉണങ്ങിയിരിക്കത്തുള്ള അച്ചാർ. ഇതാകുമ്പോൾ ഇപ്പോൾ വിനാഗിരി കുടിച്ച് കഴിഞ്ഞാലും ഇതിനെ അങ്ങോട്ട് ഇച്ചിരി ഗ്രേവിയൊക്കെ കാണും ഇതിന്. അപ്പോൾ ഇതാണ് അച്ചാർ. ഇത് സിമ്പിളായിട്ടാവുന്ന കാര്യമല്ല. മീനൊന്ന് വറുത്തെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ നമ്മൾ അരിഞ്ഞിട്ട്. അപ്പോൾ മീനച്ചാർ റെഡിയാണ്. ഇങ്ങനെ തന്നെ നിങ്ങളെല്ലാവരും ഇടണം. ഇതിപ്പം വറ്റി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് തന്നെ ഇരുന്ന് വലിഞ്ഞ് വരുന്നുണ്ട്, വലിഞ്ഞ് മീനിൻ്റെ അത് പിടിക്കും. അപ്പോൾ നമ്മൾ ഈ കായപ്പൊടി ഇട്ട് കൊടുക്കുവേ. നേരത്തെ കായപ്പൊടി ഇട്ടാൽ അതിൻ്റെ മണമെല്ലാം പോകും. അപ്പോൾ ഇപ്പോഴാണ് എല്ലാ അച്ചാറും ഞാൻ ലാസ്റ്റാണ് ഇടുന്ന കായപ്പൊടി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഓക്കെ, അപ്പോൾ
ഇതാണ് എൻ്റെ അച്ചാർ. ഇനിയിപ്പോൾ ഇരുന്ന് ഇത് വലിഞ്ഞ് പറ്റി നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആകും. അപ്പോൾ കുറച്ച് മീനേ ഉള്ളൂ. അപ്പോൾ എന്ത് മീനും അച്ചാറിടാം. നമുക്ക് മത്തി ഇടാം, കൊഴുവ ഇടാം, ഇതുപോലെ കണ്ണിയയില ഇടാം, തിരിയാനോ എന്ത് മീൻ വേണേലും അച്ചാറിടാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. എല്ലാം വറുത്തിട്ട് വേണം ഇടാനെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.